ഇന്ത്യ മുന്നണി ഇപ്പോൾ നിർവീര്യമായിരിക്കുകയാണ്. ഇന്ത്യ മുന്നണി എങ്ങനെ രൂപീകരിക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ഒരു മുന്നണി രൂപീകരിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് മോദി സർക്കാർ ഉണ്ടാകാതെ NDA സർക്കാർ ഉണ്ടായത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ദേശീയ തലത്തിൽ ഒരു ദേശീയ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ തിരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പിലാണ് ഇന്ത്യ മുന്നണി എന്നതിൽ പ്രസക്തി. യഥാർത്ഥത്തിൽ അതൊരു മുന്നണിയല്ല, കൂട്ടായ്മയാണ്. അപ്പോൾ അതിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയും അതിൻ്റെ മൂല്യങ്ങളെയും സംരക്ഷിക്കുക എന്നായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതുതന്നെയാണ് പ്രധാനമായും ഓരോ പാർട്ടികളും ഉന്നയിച്ചത്. ഇതിൽ പാർട്ടികളെല്ലാം തന്നെ ആശയങ്ങൾ കൊണ്ട് നിലപാടുകൾ കൊണ്ടൊക്കെ വ്യത്യസ്തമായവരാണ്. പക്ഷേ ഭരണഘടന സെക്യുലർ നിലപാട് എന്ന കാര്യത്തിൽ മാത്രം ഐക്യപ്പെടുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയ്ക്കാണ് അതിനെ കാണുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇവിടെ CPIM-ഉം കോൺഗ്രസും ഒക്കെ ആ മുന്നണിയുടെ ഭാഗമാകുന്നത്. അപ്പോൾ BJP ആവർത്തിച്ച് ചോദിക്കുന്നത് നിങ്ങൾ തമ്മിൽ എന്തിനാണ് മത്സരം എന്നുള്ളതാണല്ലോ. യഥാർത്ഥത്തിൽ മുന്നണിയല്ല, കൂട്ടായ്മയാണ്. അതൊരൊറ്റ പൊതുലക്ഷ്യത്തിലാണ്, ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന പൊതുലക്ഷ്യത്തിലായതുകൊണ്ടാണ് അത് ജനങ്ങളിലേക്ക് ആ രൂപത്തിൽ ഇറങ്ങിച്ചെന്നത്. അങ്ങനെയാണ് ദേശീയ തലത്തിൽ അതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയത് എന്നുള്ളതാണ്. പക്ഷേ ഡൽഹിയിൽ ആ തരത്തിൽ ഡൽഹി തെരഞ്ഞെടുപ്പിൽ അതിന് സാധ്യതയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ തരത്തിൽ ഐക്യപ്പെടുക സാധ്യമല്ല. ഇതിൽ മുമ്പ് തന്നെ ഈ മുന്നണി രൂപീകരണം തൊട്ട് തന്നെ, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി എന്ന ഒരു സംവിധാനം വന്ന ഘട്ടത്തിൽ തന്നെ ഓരോരുത്തരായി ആരാണ് അതിൻ്റെ നേതൃത്വം വഹിക്കുക എന്ന കാര്യത്തിൽ തർക്കവും പ്രതികരണങ്ങളും ഉണ്ടായിട്ടുള്ളതാണ്. മമത ആ തരത്തിൽ ഇപ്പോൾ പ്രതികരണവുമായി വരുന്നതും, അല്ലെങ്കിൽ മമതയെ പിന്തുണച്ചുകൊണ്ട് ലാലു പ്രസാദ് യാദവ് വരുന്നതൊക്കെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ്. അതിനുശേഷം നടന്ന, നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പറഞ്ഞു. പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നോക്കുമ്പോഴും കോൺഗ്രസ് ആ നിലയ്ക്ക് ശക്തി തെളിയിച്ചിട്ടുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. അങ്ങനെ ശക്തി തെളിയിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്നൊരു പ്രധാനപ്പെട്ട വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായത്. അതുകൊണ്ടാണ് ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടന്നു, മഹാരാഷ്ട്രയിൽ നടന്നു. രണ്ടിടത്തും BJPയെ ഒന്നിച്ച് നേരിടാൻ ഈ സഖ്യത്തിന് സാധിച്ചിട്ടില്ല. അത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ കോൺഗ്രസ് ആയിരുന്നല്ലോ അതിനൊരു ചുക്കാൻ പിടിക്കേണ്ടിയിരുന്നത്. അതായത് ഒരുമിച്ച് പോകേണ്ടതുണ്ട്, അതിൽ കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യുക എന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും കോൺഗ്രസ് മറന്നു എന്നുള്ളതാണ്. ഹരിയാനയിൽ അമിത ആത്മവിശ്വാസമായിരുന്നു. അപ്പോൾ അവിടെ ആ നേട്ടം ഉണ്ടായില്ല എന്നാണ്. ഇപ്പോൾ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഇവിടെ BJPയും ആം ആദ്മി പാർട്ടിയും തമ്മിലാണല്ലോ നിലവിൽ മത്സരം. കോൺഗ്രസിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി രംഗത്തേക്ക് വന്നത് എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു, പഴയ യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. പക്ഷേ അതിനു മുൻപ് തന്നെ അധികാരം നഷ്ടപ്പെട്ടിരുന്ന BJP ഇപ്പോൾ എല്ലാ തരത്തിലും അവിടെ ഭരണം തന്നെ നടത്താൻ പറ്റാത്ത രീതിയിൽ അവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് അധികാരം വേണ്ട വിധത്തിൽ കൊടുക്കാത്ത രീതിയിലാണല്ലോ അവിടെ ഒരു പകുതി കേന്ദ്രത്തിൻ്റെ ഭരണം എന്ന രൂപത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരാണ് യഥാർത്ഥ ശത്രു, ആരെയാണ് ഒരുമിച്ച് തോൽപ്പിക്കേണ്ടത് എന്ന രൂപത്തിലേക്ക് ചിന്തിക്കാൻ കോൺഗ്രസിനായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ BJPയുടെ അതേ മുദ്രാവാക്യങ്ങൾ, അല്ലെങ്കിൽ BJP ഉന്നയിക്കുന്ന അതേ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് രാഹുൽ ഗാന്ധി വരുന്നത്. അവിടെ മദ്യരാജാവ് എന്ന രൂപത്തിൽ മദ്യനയ അഴിമതിയുടെ കാര്യത്തിൽ കേജ്രിവാളിനെ വിമർശിച്ചുകൊണ്ടാണ് ഇന്ന് രാഹുൽ പ്രസംഗിച്ചത്. അതെങ്ങനെയാണ് പ്രസംഗിക്കുക? കാരണം ഈ കേസിൽ ജയിലിൽ കിടന്ന കേജ്രിവാളിന് വേണ്ടി പ്രസംഗിക്കാൻ രാഹുൽ ഗാന്ധി പോയിട്ടുണ്ട് നേരത്തെ. അപ്പോൾ നേരത്തെ എടുത്ത നിലപാടിൽ നിന്നും നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും എങ്ങനെയാണ് കോൺഗ്രസ് നിലപാട് മാറ്റാനാകുക? എല്ലാ ഘട്ടത്തിലും രാഹുൽ ഗാന്ധി ഒരു പൊതു നിലപാടെടുക്കുകയും അതിൽ തുടരുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ തങ്ങൾക്ക് കൂടി ജയിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ് എന്ന പ്രായോഗികതയിലേക്ക് വരുന്നു. യഥാർത്ഥത്തിൽ അത് പ്രായോഗികതയാണോ? കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും അവിടെ നല്ല ശത്രുതയിലാണ്. സംസ്ഥാനത്തെ കാര്യം നോക്കുമ്പോൾ ഒരു ഐക്യപ്പെടൽ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഒരു ഐക്യപ്പെടലിൻ്റെ ആവശ്യകതയിലേക്ക് സംസ്ഥാനത്തെ കോൺഗ്രസിനെ ബോധ്യപ്പെടുത്താൻ എന്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിനായിട്ടില്ല, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കായിട്ടില്ല? ഇപ്പോൾ കേജ്രിവാളല്ല ശത്രു, BJPയെ തോൽപ്പിക്കണമെങ്കിൽ ഒന്നിച്ച് നിന്നാലേ പറ്റുകയുള്ളൂ എന്നൊരു ബോധ്യം. എന്തായാലും അവിടെ കോൺഗ്രസ് ജയിക്കാൻ പോകുന്നില്ല. കോൺഗ്രസ് നേടുന്ന വോട്ടുകളെല്ലാം അപ്പുറത്ത് BJPയാണ് സഹായിക്കുക. ആ ഒരു തിരിച്ചറിവിലേക്ക് കോൺഗ്രസ് എത്തുന്നില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ റോളാണ് ഇക്കാര്യത്തിൽ ഏറ്റവും പിവറ്റലായിട്ടുള്ള റോൾ കോൺഗ്രസിൻ്റെതാണ്. അത് മുന്നണി നിലനിർത്തുന്ന കാര്യത്തിലായാലും അതെ, നേതൃതലത്തിൽ കോൺഗ്രസ് ആണല്ലോ പ്രതിപക്ഷ നേതാവായി ഇപ്പോൾ നിൽക്കുന്ന രാഹുൽ ഗാന്ധിയാണല്ലോ. അപ്പോൾ രാഹുൽ ഗാന്ധി അംഗീകരിക്കാൻ മറ്റ് പാർട്ടികളും തയ്യാറാകേണ്ടതുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പിന്നീട് മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും തെരഞ്ഞെടുപ്പ് ഫലം വെച്ചിട്ടാണ് ഇപ്പോൾ മറ്റുള്ളവർ തലപൊക്കി തുടങ്ങുന്നത്. അങ്ങനെ തലപൊക്കുമ്പോൾ അപ്പുറത്ത് BJP കരുത്തോടെ നിൽക്കുന്നതെന്നും BJPക്ക് മറുതന്ത്രങ്ങളുണ്ട് എന്നും ബോധ്യമാകണം. അങ്ങനെ തലപൊക്കുന്ന പാർട്ടികൾക്കൊന്നും തന്നെ സ്വന്തമായി നിൽക്കാനുള്ള ശേഷിയില്ല എന്നുള്ളത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് തെളിയിച്ചു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ മഹാരാഷ്ട്രയിൽ അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അവിടെ ആ സമയത്ത് ഉദ്ധവ് താക്കറെ എടുക്കാൻ പോകുന്ന നിലപാടെന്ന് ഒറ്റയ്ക്ക് നിൽക്കുമെന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരികയാണ്. ഇപ്പോൾ കശ്മീരിലാണെങ്കിൽ ഒമർ അബ്ദുള്ള പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി എന്തിനാണ് ഈ മുന്നണി എന്നുള്ളതാണ്, അതിൻ്റെ ആവശ്യം കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ വ്യത്യസ്തമായ പ്രതികരണങ്ങളിൽ നിന്ന് അവിടെ നിന്ന് വരുമ്പോൾ അപ്പുറത്ത് ചിരിക്കുന്നത് ആരാണ്?
BJP ആണ്, NDA അല്ല, BJP ആണ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വളരെ കൗശലത്തോടു കൂടിയുള്ള ഒരു ഐക്യപ്പെടൽ ആ സമയത്തുണ്ടായിരുന്നു. എന്താ പറയുക, കേന്ദ്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ തന്ത്രം തുടർന്നില്ല എങ്കിൽ ഇനി അങ്ങോട്ടുള്ള മുന്നോട്ട് പോക്ക് വലിയ രീതിയിൽ ബാധിക്കും. ഡൽഹിയിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കോൺഗ്രസിൻ്റെ പിഴവ് എന്ന് തന്നെ ഞാൻ പറയും. ഈ സമയത്ത് ആം ആദ്മി പാർട്ടിയെ തന്നെ സഹായിക്കേണ്ടത്. ഇപ്പോൾ BJPയുടെ അതേ നയങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഹൈന്ദവ പാർട്ടി അല്ലെങ്കിൽ BJPയുടെ ഒരു ബി പാർട്ടി എന്ന രീതിയിലൊക്കെ ആം ആദ്മി പാർട്ടി വിമർശിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഡൽഹിയിൽ യഥാർത്ഥത്തിൽ മത്സരം ആം ആദ്മി പാർട്ടിയും BJPയും തമ്മിലാണ്. ആ തരത്തിൽ BJP മനസ്സിലാക്കിക്കൊണ്ടാണ് കേജ്രിവാളിനെ ജയിലടച്ചതും. അപ്പോൾ അത് അവിടെ കേജ്രിവാളിനെതിരെ കേന്ദ്ര സർക്കാർ എടുത്ത അല്ലെങ്കിൽ മോദി സർക്കാർ എടുത്തിരിക്കുന്ന നടപടി അതൊരു വൈരത്തോടു കൂടിയുള്ള നടപടിയാണെന്ന് ഒരു സമയത്ത് ബോധ്യപ്പെടുകയും ആ ഘട്ടത്തിൽ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി പ്രസംഗിക്കാൻ വരികയും ചെയ്ത രാഹുൽ ഗാന്ധി ഇന്ന് BJP ഉന്നയിക്കുന്ന അതേ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വോട്ട് തേടാൻ വരുമ്പോൾ അവിടുത്തെ ജനം എന്ത് മനസ്സിലാക്കും എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം നിൽക്കുന്നു. അവിടെ പഴയ സർക്കാരിൻ്റെ ഞങ്ങളാണ് മുമ്പ് ഭരിച്ചതെന്ന് എന്ന തോന്നൽ മാത്രം പോരാ, നിങ്ങൾ എങ്ങനെ പുറത്തുപോയി എന്നുള്ള കാര്യം കൂടി, അതും അഴിമതിയായിരുന്നു. അതെ, അഴിമതിക്കെതിരെയാണ്, ഡൽഹി സർക്കാരിൻ്റെ അഴിമതിക്കെതിരെയാണ്. തീർച്ചയായും അതാണ്, അങ്ങനെയാണ് ആം ആദ്മി പാർട്ടി വരികയും ചെയ്തത്. അപ്പോൾ ആ ബോധ്യം കോൺഗ്രസ് എടുത്തില്ല എന്നുള്ള കോൺഗ്രസിൻ്റെ പിഴവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. Meet the editors.